വൈകുന്നേരം നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകുന്നു. ബിഗ് സർപ്രൈസ് ആണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാണുക വീഡിയോ. ഇന്ന് രാത്രി 7 മണിക്ക്. ഇത് നമ്മുടെ ലൈഫിൽ ഏറ്റവും എന്താ പറയുക നഷ്ടങ്ങളിലൊന്നാവും ഇത് കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു വിശിഷ്ട കർമ്മത്തിലേക്ക് പോകുന്ന. ഈ കർമ്മം എന്താണെന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ഇത് തന്നെ. അത് എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നൊരു നല്ലത് ഇതാ നമ്മുടെ കൂട്ടത്തിലെ പ്രിയനും ഏറ്റവും എന്താ പറയട്ടല്ലേ അതൊന്നും പറയണ്ട, ഞാൻ പറയാം. നമ്മൾ ചായ കുടിക്കാം. ചായയല്ല, ഇന്ന് വെറൈറ്റിക്ക് കോഫി കുടിക്കാൻ പോവുകയാണ് ഗായ്സ്. ഇന്ന് കോഫി ആക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഇവിടുത്തെ ചായ, നാട്ടിലെ ചായ അത്ര പോരാ. അതാണ് മെയിൻ റീസൺ. എന്നാലും കുടിക്കും. പക്ഷേ ഇവനിക്ക് 3 രൂപയ്ക്ക് ചായ കിട്ടിയാൽ പോരാ, 5 രൂപ കിട്ടിയാൽ പോരാ. എത്ര ചായ എത്ര പൈസ, ചായക്ക് നമ്മൾ എത്ര പൈസ കൊടുക്കും. പക്ഷേ ഇവിടെ 3-ന് ചായ, 5-ന് ചായ എല്ലാം നല്ല എന്താ പറയുക ഏലക്കായി പിന്നെ ജിഞ്ചർ എല്ലാം ഇട്ടിട്ടുള്ളതാ. അതൊന്നും ഇവനിക്ക് ആവില്ല. ഇത്ര ചായ കിട്ടുക 5-6 കുടിച്ചാലാണ് ഒരു ചായൻ്റെ എഫക്റ്റ് കിട്ടും. പിന്നെ ചെയ്യണ്ടേ. പിന്നെ കോഫി ആകുമ്പോൾ കുറച്ച് വലിയ ഗ്ലാസ് കിട്ടും, ടേസ്റ്റും ഉണ്ട്. ചായക്ക് ഒന്നിക്കും മധുരം കൂടുതൽ. ഏലക്കായ്, വെറുതെ ഏലക്കായ് ഇട്ട അടിപൊളിയായിരിക്കും. പക്ഷേ കുറേ ഏലക്കായ് വെറുതെ പേരിന് ഫ്രീ ആയിട്ടാണ് ഏലക്കായ് കിട്ടുന്നത്. വെറുതെ ഇടലാണ് ഏലക്കായ്ക്ക് വിലയില്ല. അതുകൊണ്ടാണ് എന്നാലും നമ്മൾ ചായ കുടിക്കും. 2-3 പീടിക കിട്ടിയിട്ടുണ്ട് നല്ല ചായ കിട്ടുന്നത്. അവിടെ മാത്രമേ പോക്കുള്ളൂ. ഒരു ദിവസം തന്നെ ഒരു 15 ഗ്ലാസ്. അപ്പോൾ അതേ ഇനിയിപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ ഒരു പ്രധാന സ്ഥലത്തേക്ക് പോകുന്നില്ലേ. വൈകുന്നേരം നമ്മളൊരു അടിപൊളി സ്ഥലത്തേക്കാണ് പോകുന്നത്. വൈകുന്നേരം ഉച്ചയല്ലേ? അല്ല, വൈകുന്നേരം കുറച്ച് വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ബിഗ് സർപ്രൈസാണ്. അവിടെ പോയിട്ട് ഇതിൻ്റെ ഓരോ സാഹസികമെല്ലാം എല്ലാം കാണാം. ബിഗ് സർപ്രൈസാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ലാസ്റ്റ് നമുക്ക് ചീത്ത വിളിക്കരുത്. ഈ സാധനം, ഈ ബിഗ് സർപ്രൈസ് പറയുന്ന കാര്യം നമ്മുടെ റൂമിന് അടുത്ത് തന്നെയുള്ള കാര്യം. ഇത്ര കാലമായിട്ടും നമ്മൾ കണ്ടിട്ടില്ല. ആ സ്ഥലത്തേക്ക് നമ്മൾ കണ്ണെത്താൻ ഇത്ര താമസിച്ചു. ഇത് നമ്മുടെ ലൈഫിൽ ഏറ്റവും എന്താ പറയുക നഷ്ടങ്ങളിലൊന്നാവും ഇത് കണ്ടിട്ടില്ലെങ്കിൽ. അന്ന് രാത്രി നമ്മൾ കണ്ടുകൊണ്ട് മാത്രമാണ് ഇത്. ഇല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം മിസ്സാവുന്നത്. അത് റൂമിന്റെ തൊട്ടടുത്ത്. ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാണുക വീഡിയോ. ഇന്ന് രാത്രി 7 മണിക്ക്. കാണൂ തത്സമയം. അപ്പോൾ ഗായ്സ്, എല്ലാവരും കാത്തു നിന്ന ആ അസുലഭമായ നിമിഷം ഇവിടെ വരികയാണ്. നമ്മളെല്ലാവരും അഭി ഒന്നും പറയണ്ട, ഒന്നും പറയല്ല. നമ്മളെല്ലാവരും മന്ദമായി നടന്നു പോകുന്നുണ്ട്. അതിനൊന്നും പറയണ്ട. അതേതിന് ഇന്ന് കുറച്ച് പുള്ളപ്പ് മുഷപ്പെല്ലാം അടിക്കണമെന്ന് പറയും. ഇന്ന് ചെയ്യില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ രാത്രി വന്നാൽ ആരും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടേനു. രാത്രി വന്ന് 100 ആള് ഫുള്ള് ആൾക്കാരുണ്ട് അവിടെ. ഇത് എന്താ വെച്ചാൽ ചെറിയ കുട്ടികളെ പാർക്കില്ലേ, അതെ ഓരോ നമ്മളെ രാത്രി വന്നാൽ എന്താ പറയുക പിള്ളേർ ആരും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ ഇതിപ്പോൾ പിള്ളേരല്ലോ രാത്രി തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി ഇരുടി പിടിച്ചിട്ട് നോക്കണോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നേരത്തെ കുറേ പിള്ളേരായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയതേനു. തിരിച്ച് റൂമിലേക്ക് പോയി നോക്കുമ്പോൾ പിന്നെ നിങ്ങളോട് പറഞ്ഞതല്ല വൈകുന്നേരം നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണിട്ട് അല്ലേ? അതെ. അദ്ദേഹത്തിൻ്റെ മനസ്സെല്ലാവരും കാണണോ. വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കുറച്ചൊന്ന് ഇരുട്ടി. പക്ഷേങ്കിൽ നമുക്ക് ആ സമയത്താണ് വന്നുകൂടെ. എന്ന് വെച്ചാൽ ഇത് ചെറിയ പിള്ളേരെ പാർക്കാണ്. വലിയ സർപ്രൈസ് ഒന്നുമല്ല, തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ഒരു ഒളിച്ചോട്ടം. അല്ല, ഇത് നമുക്ക് പിള്ളേരെ പാർക്കായതുകൊണ്ട് നമുക്ക്
എന്തെങ്കിലും ഇങ്ങനെ റൈഡിലായാലും കയറണമെങ്കിൽ ഈ സമയത്ത് തന്നെ കയറണം. അല്ലാണ്ടൊന്നും നടക്കൂല. ഊഞ്ഞാലാടി കുറേ ആയി. പിന്നെ കുറച്ച് മറ്റേ സീസ് പോലത്തെ കുറേ എണ്ണമുണ്ട്. ഇവിടെ സീസ് പോലത്തെ കുറേ എണ്ണമുണ്ട്. അതിലൊന്ന് കയറണം. പിന്നെ അതിൻ്റെ കുറേ ഷോ ഉണ്ട്. ഷോ വായിത്താളം മാത്രം. അപ്പോൾ അതെല്ലാം നമുക്ക് ജസ്റ്റ് കാണാം. അപ്പോൾ അതേ എന്നാ പിള്ളേർക്ക് ഫസ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്പൺ ജിമ്മും കൂടിയാണ് കാര്യം. നമ്മുടെ നാട്ടിൽ നിർത്തുന്നില്ല. നാട്ടിലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ ആൾക്കാരുടെ വൈകുന്നേരം വന്നിരിക്കലും. ഇവിടെ അടുത്തടുത്തുണ്ട്, അപ്പുറമുണ്ട് ഓപ്പൺ ജിം. എല്ലാം സെറ്റപ്പ് അടിപൊളി സെറ്റപ്പാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വേണമെന്നാണ് അഭിപ്രായം. ഇത് എന്തിന് ഉപയോഗിക്കുന്നതാ? ഇത് ഫാറ്റ് കുറക്കാൻ. ഒബ്ലിക്സ് ഇതാന്ന് തോന്നുന്നു. ഫാറ്റ് കുറക്കണ്ടെന്ന് നമുക്ക് ഇങ്ങനെ കളിക്കാം. അടുത്ത സെറ്റപ്പ് ഇതാ. ഇവിടെ ഒരു എന്താ പറയാ, കപ്പലോടിക്കാൻ ഒരിതുണ്ട്. ഇത് സാധാരണ എല്ലാവരും മറ്റേ ഹാൻഡ് റൊട്ടേഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഉപയോഗിക്കുന്ന. പക്ഷെ നമുക്കിത് ഇപ്പറോ കാർ ഇത് നാട്ടിലെ ലൈസൻസിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഇതെല്ലാം ഉപയോഗിക്കാം. തോന്നുന്നു. സെറ്റപ്പ് അല്ല എന്ത് പറയാ, അതിനെ ലെഗ് പ്രസ് തന്നെ. ലെഗ് പ്രസ് ആവുന്നില്ലല്ലോ. പിന്നെന്നാ പ്രസ് ചെയ്ത് പൊക്കണ്ടേ ലെഗ്. ഇത് പ്രസ് ആവുന്നില്ല. ഞാൻ അടുത്ത സാധനം കാണിക്കേ. ഹാൻഡിൽ മേടിക്കുന്ന ഇത് ഐറ്റം. ഇത് സാധനമാണ്. അടിപൊളി സാധനം. എന്തോ ചെയ്യാൻ പറ്റിയ സാധനം. ഇരടായോണ്ട് ഞാൻ കാണുന്നേ ഇല്ല. എന്തോ പൊട്ടുന്നതുകൊണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുവരെ കണ്ടതൊന്നുമല്ല മെയിൻ സാധനം ഇതാ. സാധനം ഇതാ വന്ന് ഇതാ നമ്മളെ മെയിൻ സാധനം. ഞാൻ അതിൽ കുറേ കാലമായി ഗൈസ്. ചെറിയ എത്ര വയസ്സുള്ള പിള്ളേർക്ക്? 21 വയസ്സിൽ താഴെയുള്ളവർക്കാണ്. ആരെങ്കിലും കൂട്ടിയില്ലെങ്കിൽ നല്ലോണം ആട്ടിക്ക്. ആരെന്തോ പറയുന്നുണ്ടാ? അപ്പോ സത്യം പറഞ്ഞാല് ഞാൻ ലാസ്റ്റ് പാടിയത് ഞാൻ ലാസ്റ്റ് ഒന്നാം ക്ലാസ്സിലായിരുന്നു പഠിക്കുമ്പോഴത്തെ ലാസ്റ്റ് ഊഞ്ഞാലടിയ. ഇനിയിപ്പോ ലാസ്റ്റ് അടിയെ പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് ചെറിയ പിള്ളേർക്കായോണ്ട് നമ്മളിത് വീഡിയോ എടുക്കണം, ഒരാൾക്ക് ഇരിക്കാൻ കഴിയും, അതുകൊണ്ടാണ്. അത് ഇതെന്തിനു ഉപയോഗിക്കുന്ന? ഇതറിയില്ല. അറിയെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം. ഇതറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യ്, ഇതെന്നാ സാധനം ഒന്ന്. പിന്നെ ഇത് സ്ലൈഡ്. കുറച്ച് വലുതാണെങ്കിൽ ടോപ്പ് ആവുന്നു. കുറച്ച് വലുതാണെങ്കിൽ അടിപൊളിയാകുന്നു. ഇത് നമ്മൾ ആദ്യം എത്തുമ്പോൾ എന്തായാലും തീർന്നു. ഇങ്ങനെ പോയി ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. ലെങ്ത് ആരും അങ്ങനെ കാണില്ല. പക്ഷേങ്കിൽ എങ്ങനെയാ ഇങ്ങോട്ട് നമ്മൾ കുറച്ചുകൂടി ഷോർട്ടാക്കിയിട്ട് ഇനി വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പം അതും നിങ്ങൾ കാണാറ്.
അപ്പോൾ ഇന്ന് രാവിലെ പ്രത്യേകിച്ച് ഇന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ. ഇല്ല, അപ്പോൾ നമ്മളിൽ കുറച്ചുകൂടി ഷോർട്ടാക്കും. അപ്പോൾ അങ്ങനെ ഒന്നുകൂടി കാണാണ്ടിരിക്കുക. അങ്ങനെ കുറച്ചുകൂടി ഷോർട്ടാക്കും. ഷോർട്ടാക്കി ഒരു ദിവസം നിർത്തും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ കുറേ ആൾ സബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് എന്നാ പറയാനല്ലേ. വേണ്ടിക്ക് സബ് അതിന് വേറെ ഫാൻസ് ഉണ്ട് കമൻറ്റിലല്ലോ. എന്നാ സ്നേഹം മാത്രം, ഈ സ്നേഹം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തന്നെ ഉൾപ്പെടും. ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം, ശുഭരാത്രി. രാത്രിയായി ഗായ്സ്, അതുകൊണ്ട് ശുഭരാത്രി. അപ്പം വീഡിയോ നിർത്തണല്ലേ? ഇന്ന് വേറെ വീഡിയോ ചെല്ലോ. ഇല്ല അതാ ഗായ്സ്. അപ്പം ബൈ.